So good evening all. നമ്മൾ ഇന്ന് കാർഡിയോ വാസ്കുലർ സിസ്റ്റം എടുക്കാം. സോ എന്താണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം? സോ കാർഡിയോ എന്ന് വെച്ചാൽ ഹാർട്ട്, വാസ്കുലർ എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ. സോ കാർഡിയോ വാസ്കുലർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ, അല്ലെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിന് സർക്കുലേറ്ററി സിസ്റ്റം എന്നും പറയാം. സോ ഹാർട്ടിൽ നിന്ന് ഉള്ള ബ്ലഡ് വെസലും ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതും ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നതുമായ ബ്ലഡ് വെസലാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം. സോ നമുക്കിവിടെ രണ്ട് ടേം അറിയണം. എന്താണ് ആർട്ടറി, എന്താണ് വെയിൻ? സോ എന്താണ് ആർട്ടറി? ആർട്ടറീസ് ആർ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി ബ്ലഡ് എവേ ഫ്രം ഹാർട്ട്. ഹാർട്ടിൽ നിന്നും ബ്ലഡ് ബോഡി പാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് ആർട്ടറി. നോർമലി ആർട്ടറി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്, പക്ഷെ എക്സെപ്ഷൻ ഉണ്ടായതുകൊണ്ട് ആർട്ടറിയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. സോ ഏത് ബ്ലഡ് വെസലാണ് ഹാർട്ടിൽ നിന്നും ബ്ലഡ് ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകുന്നത്, അതാണ് ആർട്ടറി. ഇനി എന്താണ് വെയിൻ? സോ വെയിൻ ആർ ബ്ലഡ് വെസൽ ദാറ്റ് കണ്ടക്ട് ബ്ലഡ് ഫ്രം കാപ്പിലറി ബാക്ക് ടു ഹാർട്ട്. ഹാർട്ടിലോട്ട് തിരിച്ച് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് വെയിൻ. സോ ഇതാണ് നമ്മുടെ രണ്ട് ബ്ലഡ് വെസൽ, ആർട്ടറീസും വെയിനും മെയിൻ ആയിട്ടുള്ള. സോ ആർട്ടറി എന്ന് പറയുമ്പോൾ ബ്ലഡ് എവേ ഫ്രം ഹാർട്ടും, വെയിൻ ടുവേർഡ്സ് ദ ഹാർട്ടും. സോ നമുക്ക് ഇവിടെ കാണാം. സോ ആർട്ടറി ഹാർട്ടിൽ നിന്നും അയോട്ടയാണ് നമ്മുടെ ലാർജസ്റ്റ് ആർട്ടറി. അയോട്ടയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വെസൽ കൊണ്ടുപോയി എല്ലാ ബോഡി പാർട്ടിലോട്ടും ഓരോ ബോഡി സെല്ലിലോട്ടും കൊടുക്കുന്ന ബ്ലഡ് വെസലാണ് ആർട്ടറി. ലാർജ് ബ്ലഡ് വെസലിന്റെ പേരാണ് ആർട്ടറി. അത് ചെറിയ ആർട്ടറികളായി മാറും, അതിന്റെ പേരാണ് ആർട്ടീരിയോൾ. പിന്നെ അത് ചെറിയ നെറ്റ്വർക്ക്, വളരെ ചെറിയ നെറ്റ്വർക്കായി വളരെ ചെറിയ ബ്ലഡ് വെസലായി മാറി അത് ടിഷ്യൂന് അല്ലെങ്കിൽ നമ്മുടെ സെല്ലില് ഓരോ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ ടിഷ്യൂന് കൊടുക്കുന്ന ബ്ലഡ് വെസലാണ് കാപ്പിലറി. സോ ഈ നോർമലി ആർട്ടറി ഓക്സിജൻ ഉള്ള ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ആർട്ടറിയുടെ കളർ നമ്മൾ റെഡ് ആയിട്ട് കാണിക്കുന്നത്. ഇനി വെയിൻ. സോ ഈ ബ്ലഡ് വെസലിനൊക്കെ ബ്ലഡ് കൊടുത്ത് നമ്മൾ കൊടുക്കുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഇനി ഈ ടിഷ്യൂലുള്ള ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, മെറ്റബോളിക് വേസ്റ്റ് കലർന്ന ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് കൊണ്ടുവരും. ആ ബ്ലഡ് വെസലിന്റെ പേരാണ് വെയിൻ. സോ വെയിൻ നമുക്ക് ആർട്ടറിയെ ഒരു ട്രീ ആയിട്ട് സങ്കല്പിക്കാം. സോ ആർട്ടറി ട്രീ ചെറുതായി ബ്രാഞ്ചസ് ആയി വളരെ ചെറുതായി സപ്ലൈ ചെയ്യും. ഇനി നമ്മൾ വെയിനെ ഒരു റിവർ ആയിട്ട് കണക്കാക്കണം. റിവർ എങ്ങനെ? ഓരോ നദികളും ചെറിയ ചെറിയ അരുവികൾ കൂടിച്ചേർന്ന് വലുതായി മാറും. അതുപോലാണ് വെയിൻ. ചെറിയ വെയിൻ കൂടിച്ചേർന്ന് വലിയ വെയിനായി മാറും. അത് നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് എട്രിയത്തില് അപ്പർ ചേംബറിൽ വന്ന് ഓപ്പൺ ചെയ്യും. മുകളിൽ നിന്നുള്ള വീനസ് സപ്ലൈ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വീനസ് ഡ്രെയിനേജ് കൊണ്ടുവരുന്നത് സുപ്പീരിയർ വീനക്കാവാം, താഴേന്ന് കൊണ്ടുവരുന്നത് ഇൻഫീരിയർ വീനക്കാവാം. വോയിസ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. സോ നമുക്ക് ഇനി ഹാർട്ട്. ഈ ഹാർട്ടിന്റെ ഈ ഡയഗ്രാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഡയഗ്രത്തിൽ നമ്മൾ ഹാർട്ടിനെ കുറിച്ച് അത്യാവശ്യമുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്. സോ ഹാർട്ട് എന്താണ്? ഒരു മസ്കുലാർ ചേംബറാണ്, അകപ്പൊള്ളയായിട്ടുള്ള ഒരു മസിലാണ് ഹാർട്ട്. ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മസിലിന്റെ പേരാണ് കാർഡിയാക് മസിൽ. സോ ഹാർട്ടിന് 4 ചേംബർ ഉണ്ട്, 4 അറകളുണ്ട്. സോ അപ്പർ ചേംബർ ഇസ് കോൾഡ് റൈറ്റ് എട്രിയം. അപ്പർ ചേംബറിന്റെ പേര് എട്രിയവും ലോവർ ചേംബർ വെൻട്രിക്കിളും. അപ്പർ റൈറ്റ് പോർഷനിലുള്ള അപ്പർ ചേംബർ റൈറ്റ് എട്രിയം, ലെഫ്റ്റ് പോർഷനിലുള്ളത് ലെഫ്റ്റ് എട്രിയം. സോ മുകളിലുള്ള 2 ചേംബർ ആണ് റൈറ്റ് എട്രിയം ആൻഡ് ലെഫ്റ്റ് എട്രിയം. ഇനി ലോവർ ചേംബർ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. സോ അപ്പർ എട്രിയം, ലോവർ വെൻട്രിക്കിൾ. ഇനി റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഹാവിങ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ ഓക്സിജൻ കുറഞ്ഞ ബ്ലഡ് ആയിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് വിൽ ബി ഹാവിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. സോ റൈറ്റ് സൈഡ് ഡീഓക്സിജനേറ്റഡ്, ലെഫ്റ്റ് സൈഡ് ഓക്സിജനേറ്റഡ്. സോ ഈ നമ്മുടെ ഒരു നോർമൽ അഡൽട്ടിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിനെ
ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിനെയും തമ്മിൽ വേർപെടുത്തിയ ഒരു മസിലുണ്ട്. അതിന്റെ പേരാണ്, രണ്ട് എട്രിയത്തിന് ഇടയ്ക്കുള്ള മസിലിന്റെ പേരാണ് ഇന്റർ എട്രിയൽ സെപ്റ്റം. സോ എന്താണ് ഇന്റർ എട്രിയൽ സെപ്റ്റം? എട്രിയ എന്ന് വെച്ചാൽ എന്താണ്? എട്രിയ മീൻസ് അപ്പർ ചേംബർ. Atria, upper chamber. Ventricle means lower chamber. Upper chamber, lower chamber. So, this upper chamber, lower chamber, an atrium, ventricle. In the right side of the heart, left side of the heart, namila oru bendhavum illa. So, രണ്ട് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലെ അപ്പർ പോർഷനെ വേർതിരിക്കുന്ന മസിലിന്റെ പേരാണ് ഇന്റർ എട്രിയൽ സെപ്റ്റം. ഇന്റർ എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ. ഇന്റർ എട്രിയൽ സെപ്റ്റം. ഇനി രണ്ട് ലോവർ ചേംബറിനെ ഡിവൈഡ് ചെയ്യുന്ന മസിലിന്റെ പേരാണ് ഇന്റർ വെൻട്രിക്കുലാർ, ഇന്റർ എട്രിയൽ സെപ്റ്റം, interventricular septum. So right side of the heart, left side of the heart is divided. So no connection. Ini right upper chamber, right lower chamber. Nammada right upper chamber lotu blood ivide ninge kaanam superior vena cava ennum inferior vena cava. Vena cava aanu largest vein, aorta aanu largest artery. So mugalil nammada മുകളിലുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുവന്ന സുപ്പീരിയർ വീനക്കാവ, താഴെ നിന്നുള്ള ബോഡി പാർട്ടീസ് കൊണ്ടുവന്ന ഇൻഫീരിയർ വീനക്കാവ. ഈ എല്ലാ ബ്ലഡും കൂടെ വരുന്നത് റൈറ്റ് അപ്പർ ചേംബർ, റൈറ്റ് എട്രിയം. ഇനി ആ ബ്ലഡ് റൈറ്റ് ലോവർ ചേംബറായ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകണം. സോ ആ റൈറ്റ് അപ്പർ ചേംബറും റൈറ്റ് ലോവർ ചേംബറും തമ്മിലൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിന്റെ പേരാണ് AV ഓറിഫൈസ്. എന്താണ് AV എന്ന് വെച്ചാൽ? എട്രിയോ വെൻട്രിക്കുലാർ. എട്രിയോ വെൻട്രിക്കുലാർ. എട്രിയോവും വെൻട്രിക്കിളും തമ്മിലുള്ള ഓപ്പണിങ്ങിന്റെ പേരാണ് ഓറിഫൈസ്. ആ ഓറിഫൈസിനെ കവർ ചെയ്ത് അല്ലെങ്കിൽ അത് ഓപ്പണും ക്ലോസ് ചെയ്യാൻ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. സോ റൈറ്റ് AV വാൽവ് ഈസ് കോൾഡ് ആസ് ട്രൈകസ്പിഡ് വാൽവ്. ഇനി ലെഫ്റ്റ് എട്രിയോവും ലെഫ്റ്റ് വെൻട്രിക്കിളും കൂടെ ഓപ്പൺ ചെയ്യാൻ കണക്ട് ചെയ്യാൻ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിന്റെ പേരാണ് ബൈകസ്പിഡ് വാൽവ്. ആ ബൈകസ്പിഡ് വാൽവിന് നമ്മൾ നോർമലായി പറയുന്ന പേരാണ് മിട്രൽ വാൽവ്. സോ ട്രൈകസ്പിഡ് വാൽവും ഉണ്ട്, ബൈകസ്പിഡ് വാൽവും ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം 3 കസ്പുള്ള വാൽവ്, അതാണ് ട്രൈകസ്പിഡ്. ഇത് ഓപ്പണിങ്ങും ക്ലോസിനും ഹെൽപ്പ് ചെയ്യും. ഇനി ലെഫ്റ്റ് ചേംബറിനെ തമ്മിൽ ലെഫ്റ്റ് എട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് മിട്രൽ വാൽവ്. അല്ലെങ്കിൽ ഇവിടെ 2 കസ്പാണ്. ആ 2 പോർഷൻ, പൊങ്ങിയിരിക്കുന്ന പോർഷൻ, ഉയർന്നിരിക്കുന്ന പോർഷൻ, അതാണ് മിട്രൽ വാൽവ്. സോ tricuspid valve and bicuspid valve. Tricuspid valve and bicuspid valve are what type of valve? AV valve, atrioventricular valve. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ബ്ലഡ് റൈറ്റ് എട്രിയത്തിൽ നിന്ന് വന്ന് ആ ബ്ലഡ് ഇനി റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയി. ഇനി റൈറ്റും ലെഫ്റ്റും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഇവിടെയുള്ള ബ്ലഡ് എന്ത് ടൈപ്പ് ബ്ലഡാ? റൈറ്റ് ചേംബറിലുള്ളത്, റൈറ്റ് പാർട്ട് ഓഫ് ദ ഹാർട്ടിലുള്ളത് ഡീഓക്സിനേറ്റഡ് ബ്ലഡ്. ഈ ബ്ലഡ് ഇനി പൾമണറി ആർട്ടറി. സോ നിങ്ങൾക്ക് അറിയാം പൾമണറി ആർട്ടറി, ഇവിടെ എഴുതിയിട്ടുണ്ട് പൾമണറി ആർട്ടറി. എന്താണ് ഒരു ആർട്ടറിയുടെ ഡെഫിനിഷൻ? carry blood from heart to the away from heart. ഹാർട്ടിൽ നിന്ന് ഏതെങ്കിലും ബോഡി പാർട്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകും. സോ ഈ പക്ഷെ നമുക്ക് സാധാരണ ആർട്ടറി ഓക്സിനേറ്റഡ് ബ്ലഡാ ക്യാരി ചെയ്യുന്നത്, പക്ഷെ പൾമണറി ആർട്ടറി ഡീഓക്സിനേറ്റഡ് ബ്ലഡാ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആർട്ടറി ഈസ് എ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട്. അതുകൊണ്ടാണ് ഈ ആർട്ടറിക്ക് നമ്മൾ പൾമണറി ആർട്ടറി എന്ന് പേര് പറയുന്നത്. പക്ഷെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഡീഓക്സിനേറ്റഡ്. ഈ പൾമണറി എന്താണ് വേർഡ്? പൾമണറി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചല്ലോ, ലങ്സ്. സോ
ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിൽ കൊണ്ടുപോയി പ്യൂരിഫിക്കേഷൻ നടത്തും, അല്ലെങ്കിൽ ഓക്സിജനേഷൻ നടത്തും. അതാണ് പൾമണറി ആർട്ടറി. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ട്രൈക്കസ്പിഡ് വാൽവ്. ഇനി ഒരു വാൽവ് ഉണ്ട്. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്ന ഒരു വാൽവ്. ആ വാൽവിന്റെ പേരാണ് പൾമണറി വാൽവ്. സോ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി വാൽവ് വഴി ബ്ലഡ് പൾമണറി ആർട്ടറിയിലെത്തി. ഇനി ഈ ബ്ലഡ് എവിടോട്ട് പോകും? ലങ്സിലോട്ട് പോകും. നിങ്ങൾക്ക് കാണാം ഇത് ബ്ലൂയിഷ് കളറാ, അതുകൊണ്ട് ഡീഓക്സിജനേറ്റഡ്. ഇനി ലങ്സിൽ പോയി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളഞ്ഞ് ഓക്സിജനെ എടുക്കും. ആ പ്രോസസ്സിന്റെ പേര് എന്തായിരുന്നു? ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ദ എൻവയോൺമെന്റ്, ഓർ ബിറ്റ്വീൻ പൾമണറി കാപ്പിലറി ആൻഡ് ലങ്സ്. പൾമണറി വെന്റിലേഷൻ. പൾമണറി വെന്റിലേഷൻ. നമ്മൾ രണ്ടു തരം റെസ്പിറേഷൻ പറഞ്ഞു, എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇന്റേണൽ റെസ്പിറേഷനും. എക്സ്റ്റേണൽ റെസ്പിറേഷൻ. സോ ഹാർട്ടും ലങ്സും വളരെ എന്താണ് കണക്റ്റഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. സോ ഇവിടെ നിന്നുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ലങ്സിലോട്ട് ബ്ലഡ് എത്തുന്നത് ഹാർട്ടിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഡിയോക്സിജനേഷനും ഓക്സിജനേഷനും ലങ്സിൽ നടക്കുന്നത്. സോ ഇതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇനി ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് എട്രിയത്തിലോട്ട് വരും. എന്താണ് വെയിന്റെ ഡെഫിനിഷൻ? ബോഡി പാർട്സിന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക്. പക്ഷെ ഇവിടെ എന്താ പറ്റിയത്? So vein is a blood vessel that conduct blood from back to the heart. ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് വെയിൻ. സോ നോർമലി വെയിൻ ഡിയോക്സിനേറ്റഡ് ബ്ലഡാ ക്യാരി ചെയ്യുന്നത്, പക്ഷേ പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡാ ക്യാരി ചെയ്യുന്നത്. അതിന് വെയിൻ എന്ന പേര് കൊടുക്കാൻ കാരണം ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നു. സോ നമ്മുടെ ബോഡിയിൽ ആർട്ടറി, normally artery carry oxygenated blood, but pulmonary artery carry deoxygenated blood. Normally vein carry deoxygenated blood, but pulmonary vein carry oxygenated blood. ഇനി നമ്മുടെ പൾമണറി വെയിനിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ലെഫ്റ്റ് അപ്പർ ചേംബർ വരും, ലെഫ്റ്റ് എട്രിയത്തിൽ വരും. ഇനി ലെഫ്റ്റ് എട്രിയത്തിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോകും. ആ വാൽവിന്റെ പേരാണ് മിട്രൽ വാൽവ്. മിട്രൽ വാൽവിന് വേറെ പേരെന്തായിരുന്നു? Bicuspid valve. So left AV valve is called mitral valve, right AV valve is called as tricuspid valve. ഇനി ഇപ്പൊ നമ്മുടെ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എല്ലാ ബോഡി പാർട്സിലോട്ടും ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകണം. അത് നമ്മുടെ ലാർജസ്റ്റ് ആർട്ടറിയായ അയോർട്ട വഴിയാണ് പോകുന്നത്. അയോർട്ടയിലോട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്നതാണ് അയോർട്ടിക് വാൽവ്. സോ നമ്മുടെ ഹാർട്ടില് 4 വാൽവ് ഉണ്ട്. ഏതൊക്കെയാ 4 വാൽവ്? ട്രൈക്കസ്പിഡ്, ബൈക്കസ്പിഡ്, പൾമണറി, അയോർട്ടിക്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, റൈറ്റ് എട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നത് ട്രൈക്കസ്പിഡ്, ലെഫ്റ്റ് എട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോകുന്നത് ബൈക്കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്നത് പൾമണറി വാൽവും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലോട്ട് പോകുന്നത് അയോർട്ടിക് വാൽവ്. ഇത്രയും വാൽവ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. സോ ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ് വിൽ ബി കോൾഡ്. എന്താണ് ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവിന്റെയും വേറെ പേര്? ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡിന്റെയും പേര് AV വാൽവ്. എന്തുകൊണ്ടാണ് AV വാൽവ്? ഇറ്റ് ഈസ് എട്രിയോ വെൻട്രിക്കുലാർ. അത് അപ്പർ ചേംബറിനെയും ലോവർ ചേംബറിനെയും കണക്ട് ചെയ്യുന്ന വാൽവിന്റെ പേരാണ്. അതുകൊണ്ടാണ് അതിന് AV വാൽവ് എന്ന് പറയുന്നത്. ഇനി പൾമണറി വാൽവും അയോർട്ടിക് വാൽവും. എന്താണ് പൾമണറി വാൽവും അയോർട്ടിക് വാൽവും? അതിന് നമ്മൾ വേറൊരു പേര് പറയും, സെമി ലൂണാർ വാൽവ്. സോ സെമി ലൂണാർ, ഏതൊക്കെയാ സെമി ലൂണാർ വാൽവ്?
പൾമണറി പൾമോണറിയും അയോട്ടിക്കും. മറ്റേത് നമ്മൾ AV എന്നും പറയും. ഇതിന് നമ്മൾ സെമി ലൂണാർ എന്ന് വെച്ചാൽ ഹാഫ് മൂണിന്റെ ഷേപ്പ് ആണ്, അതുകൊണ്ടാണ് സെമി ലൂണാർ. ട്രൈകസ്പിഡിന് 3 കസ്പ് ഉണ്ട്, ബൈകസ്പിഡ് അല്ലെങ്കിൽ മിട്രലിന് 2 കസ്പ് ഉണ്ട്. ഇത്രയാണ് ഹാർട്ടിന്റെ ഒരു ബിഗിനിങ്. സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് നിങ്ങളത് വായിക്കണം. ഇനി നമുക്ക് 2 സർക്കുലേഷൻ ഉണ്ട്, പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. പൾമണറി സർക്കുലേഷൻ എന്ന് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ലങ്സിലോട്ട് പോയി ഓക്സിജനേഷൻ നടത്തി അത് തിരിച്ച് ലെഫ്റ്റ് എട്രിയത്തിലോട്ട് വരുന്ന ചെറിയ ഒരു റൂട്ട്, ഹാർട്ടും ലങ്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിൽ നടക്കുന്ന റൂട്ട്, അതിന്റെ പേരാണ് പൾമണറി സർക്കുലേഷൻ, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് ലെസ്സർ സർക്കുലേഷൻ. ഇനി എന്താണ് സിസ്റ്റമിക് സർക്കുലേഷൻ? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ബോഡിയിലെ എല്ലാ ഓർഗൻസിനും ബ്ലഡ് സപ്ലൈ ചെയ്തിട്ട് തിരിച്ച് അത് റൈറ്റ് എട്രിയത്തിലോട്ട് വരുന്ന, സോ ലാർജ് പാർട്ട് ഓഫ് ദ ബോഡി സർക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തിനും കൊടുത്ത്, അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. സോ ഇതാണ് 2 തരം സർക്കുലേഷൻ. സോ ഏതാണ് 2 തരം സർക്കുലേഷൻ? Pulmonary circulation and systemic circulation. പൾമണറി ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബ്ലഡിനെ ഓക്സിജനേറ്റ് ചെയ്യുക. സിസ്റ്റമിക് സർക്കുലേഷന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് എല്ലാ ബോഡി പാർട്ടിലും എത്തിക്കുക. സോ ഇത്രയാണ് നമ്മുടെ ബിഗിനിങ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. സ്ലൈഡ് ഷെയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? Yes, ma'am. സോ നമുക്ക് എന്താണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്? ഇവിടേക്ക് ആദ്യം അൺമ്യൂട്ട് സോ എന്താണ് ഉണ്ണിക്കണ്ണൻ? സോ എന്താണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്? സോ ഹാർട്ടിന്റെ മസിലിന്റെ പേരെന്താ? Cardiac muscle. കാർഡിയാക് മസിൽ. സോ കാർഡിയാക് മസിലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, എല്ലാ മസിലിന്റെയും പ്രോപ്പർട്ടിയാണ് കണ്ടക്ടിവിറ്റി. ഇനി കാർഡിയാക് മസിലിന്റെ വേറെ പ്രോപ്പർട്ടി ഉണ്ട്, റിതമിസിറ്റി. കാർഡിയാക് മസിലിന് സ്വന്തമായിട്ട് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. സാധാരണ നെർവ്സിനാണ് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, പക്ഷെ ഹാർട്ട് മസിലിനും ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആ ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാർട്ട് കൺട്രാക്ട് ചെയ്യും, ഹാർട്ട് ചുരുങ്ങുകയും വികസിക്കുകയും, ഹാർട്ട് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. ആ സിസ്റ്റത്തിന്റെ പേരാണ് കണ്ടക്ഷൻ സിസ്റ്റം ഓർ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. സോ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ നമുക്ക് SA നോഡ്, അതിന്റെ പേരാണ് സൈനോ എട്രിയൽ നോഡ്. പിന്നെ AV നോഡ്, എട്രിയോ വെൻട്രിക്കുലാർ നോഡ്. അടുത്ത കമ്പോണന്റ് ആണ് ബണ്ടിൽ ഓഫ് ഹിസ്. പിന്നെ ആ ബണ്ടിൽ ഓഫ് ഹിസ് വെൻട്രിക്കിളിലെത്തി 2 ബ്രാഞ്ച് ചെയ്യും, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്. പിന്നെ അത് ചെറിയ ചെറിയ ഫൈബർ ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതിന്റെ പേരാണ് പർക്കിൻജി ഫൈബർ. സോ ഇത്രയും കമ്പോണന്റിനെയാണ് നമ്മൾ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. സോ SA നോഡിൽ ഇമ്പൾസ് സ്റ്റാർട്ട് ആകും, അല്ലെങ്കിൽ SA നോഡാണ് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ SA നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയും. സോ SA നോഡ് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഇമ്പൾസ് AV നോഡിലെത്തും. പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, ബണ്ടിൽ ബ്രാഞ്ച്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, പിന്നെ പർക്കിൻജി ഫൈബർ. ഇത്രയും സ്ഥലത്തോട്ട് ആ ഇമ്പൾസിന് ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കും. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തും. ഇനി ഈ SA നോഡും AV നോഡിനും ഇടയ്ക്ക് ഒരു പോർഷൻ ഉണ്ട്, അതിന്റെ പേരാണ് ഇന്റർനോഡൽ ട്രാക്ട്. 3 ഇന്റർനോഡൽ ട്രാക്ട് ഉണ്ട്. എന്താണ് ഇന്റർനോഡിന്റെ വേർഡ് മീനിങ്? ഇന്റർ മീൻസ്, ഇന്റർ എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ. 2 നോഡ്, SA നോഡിനെയും AV നോഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു 3 നോഡും കൂടെ ഉണ്ട്. ചില ടെക്സ്റ്റിൽ അതും കൊണ്ട് കാണും, ഇന്റർനോഡൽ ഫൈബേഴ്സ്. സോ അതാണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. സോ ഈ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് വഴി എന്താണ് കണ്ടക്ടിങ് സിസ്റ്റം?
excitatory and electrical conduction of heart responsible for the contraction. ഹാർട്ട് കൺട്രാക്ട് ചെയ്യും. ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന പേര് എന്താണ്? നമ്മൾ ആ വേർഡ് അറിഞ്ഞിരിക്കണം. ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നതിന്റെ പേര് സിസ്റ്റോൾ. ഇനി ഹാർട്ട് റിലാക്സ് ചെയ്യുന്നതിന്റെ പേരെന്താ? ഡയസ്റ്റോൾ. സോ സിസ്റ്റോളും ഡയസ്റ്റോളും. സോ ഈ ഹാർട്ട് എന്താണ്? ഒരു മസ്കുലാർ പമ്പാണ്. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് ഹാർട്ട്. സോ ഈ ഹാർട്ട് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. അതിൽ SA നോഡാണ് ഹാർട്ടിന്റെ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് SA നോഡിന് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന്, പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. സോ SA നോഡിൽ ഇമ്പൾസ് വന്ന് ഇന്റർനോഡൽ ഫൈബർ വഴി AV നോഡിലോട്ട് പോയി ബണ്ടിൽ ഓഫ് ഹിസ്റ്റിലെത്തി. സോ അത് ഇന്റർസെപ്റ്റത്തിലായിരിക്കും. ഇനി അത് രണ്ടായിട്ട് ബ്രാഞ്ച് ആയി, പിന്നെ അത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയി മാറും. രണ്ട് മെയിൻ ബ്രാഞ്ച് ആണ്, റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും. അതാണ് ബണ്ടിൽ ബ്രാഞ്ച്. ഇനി ചെറിയ ഫൈബേഴ്സ് വരുന്നതാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. സോ ഇതാണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. സോ ഈ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് ഈ ഇമ്പൾസ് ഇങ്ങനെ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന ഇമ്പൾസിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പൾസിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. സോ എന്താണ് ECG? ഇലക്ട്രോകാർഡിയോഗ്രാം. ECG is the electrocardiogram. സോ എന്താണ് ECGയുടെ ഡെഫിനിഷൻ? ഞാൻ ജസ്റ്റ് ഒന്നത് ടൈപ്പ് ചെയ്യാം. ECG എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ റെക്കോർഡിംഗ് ഓഫ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. എന്താണ് ECGയുടെ ഡെഫിനിഷൻ? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് നമ്മൾ എന്തിൽ ചെയ്യുന്നതാണ്? ഗ്രാഫിക്കലി റെക്കോർഡ് ചെയ്യുന്നത്. സോ graphical representation of the electrical activity of heart. Electrical activity of heart എവിടെ നിന്നായിരുന്നു വരുന്നത്? കണ്ടക്ടിങ് സിസ്റ്റത്തിൽ നിന്ന്. സോ ഗ്രാഫിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ECG എന്ന് പറയുന്നത്, ഓർ ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് ECG. ഇനി നമ്മുടെ ഒരു നോർമൽ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ SA നോഡ് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്ത്, അപ്പൊ എന്താ ഇവിടെ ഒരു ചെറിയ വേവ് ഉണ്ടായി, പിന്നെ ഇങ്ങനായി. സോ നമുക്ക് ആ വേവ് ആദ്യം പഠിക്കാം. സോ നമ്മുടെ ECGയിൽ 4 വേവ്സ് ഉണ്ട്, അല്ലെങ്കിൽ 5 വേവ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് P വേവ്. ആദ്യത്തെ ECG വേവിന്റെ പേരാണ് P വേവ്. പിന്നുള്ളത് QRS കോംപ്ലക്സ്, ഒരു 3 വേവ് ചേർന്ന് QRS കോംപ്ലക്സ്. പിന്നുള്ളത് T വേവ്. സോ ഇതാണ് നമ്മുടെ ECGയിലുള്ള വേവ്സ്: P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ, അവിടെ ചാർജ് ഒന്നുമില്ല, ആ ലൈനിന്റെ പേരാണ് നമ്മൾ ഐസോ ഇലക്ട്രിക് ലൈൻ എന്ന് പറയും. ഇനി അപ്വേർഡ് ഡീവിയേഷൻ, മുകളിലോട്ട് പോകുന്ന വേവ്, അതാണ് ഒരു പോസിറ്റീവ് വേവ്. പിന്നെ താഴോട്ട് പോകുന്ന വേവാണ് നെഗറ്റീവ് വേവ്. പിന്നെ ഇത് മുകളിലോട്ട് പോയി ഇത് താഴോട്ട് വന്ന് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല, വീണ്ടും ഒരു വേവ്. സോ ECG വേവ് ഏതൊക്കെയായിരുന്നു? P വേവ് എന്ത് വേവാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന വേവ് പോസിറ്റീവ്. Q വേവ് എന്താ? നെഗറ്റീവ്. ഇനി R വളരെ ഷാർപ്പായിട്ട് മുകളിലോട്ട് പോകുക, അത് പോസിറ്റീവ്. ഇനി S വേവ് നെഗറ്റീവ്.
പിന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കാണാം. അതിന് നമ്മൾ എഴുതിയിരിക്കുകയാണ് ST സെഗ്മെന്റ്. അത് കഴിഞ്ഞുള്ള വേവാണ് T വേവ്. സോ ഇത്രയാണ് നമ്മുടെ ECGയിലെ വേവ്സ്: P വേവ്, QRX കോംപ്ലക്സ്, T വേവ്. ഇനി P വേവ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയേക്കുന്ന കാണാം. എന്താ P വേവ് റെപ്രസെന്റ് എഴുതിയേക്കുന്ന എന്താ എഴുതിയേക്കുന്നത്? P വേവ് atrial depolarization. Atrial depolarization. Atria means അപ്പർ ചേംബർ. നമ്മുടെ ഹാർട്ടിന്റെ അപ്പർ ചേംബർ കൺട്രാക്ട് ചെയ്യുന്നതാണ് എട്രിയൽ ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ എന്ന് വെച്ചാൽ സിസ്റ്റോൾ കൺട്രാക്ഷനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ആ ചാർജിന്റെ ഡിഫറൻസിനെയാണ് ഡീപോളറൈസേഷൻ. അത് സാധാരണ നടക്കുന്നത് കൺട്രാക്ഷൻ സ്റ്റേജിലാണ്. സോ ഈ പി വേവ്, നമ്മുടെ ECG വേവിലെ പി വേവ് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സ്റ്റേജിനെയാണ് പി വേവ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് QRX കോംപ്ലക്സ്, അത് ഒരുമിച്ചുള്ള വേവാണ്. അതെന്താ എഴുതിയേക്കുന്നത്? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. സോ എന്താണ് ഡീപോളറൈസേഷൻ? സിസ്റ്റോളിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ. സോ ലോവർ ചേംബർ, റൈറ്റും ലെഫ്റ്റും ലോവർ ചേംബർ കൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ടി വേവ്. ടി വേവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. റീപോളറൈസേഷൻ എന്ന് വെച്ചാൽ റിലാക്സേഷൻ, വെൻട്രിക്കിൾ തിരിച്ച് റിലാക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയസ്റ്റോൾ, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണ് ഈ ടി വേവ്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് എട്രിയത്തിന് ഡയസ്റ്റോൾ ഇല്ലേന്ന്. എട്രിയൽ ഡയസ്റ്റോൾ വളരെ മിനിമല, അതുകൊണ്ട് അതൊരു വേവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഈ വെൻട്രിക്കുലർ ഡീപോളറൈസേഷനും റീപോളറൈസേഷനുമായിട്ട് അങ്ങ് പോകും. സോ വെൻട്രിക്കിളിന്റെ ആക്ടിവിറ്റി ഓഫ് ഹാർട്ടാണ് കൂടുതലും. വെൻട്രിക്കിൾ ആണ് ഹാർട്ടിൽ ഇമ്പോർട്ടന്റ്. വെൻട്രിക്കിൾ ആണ് പമ്പ് ചെയ്യുന്നത്. എട്രിയത്തിൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യത്തേ ഉള്ളൂ. സോ ഇതാണ് ഒരു ECG. പി വേവ്, QRX കോംപ്ലക്സ്, ടി വേവ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം SA node generate the impulse, then atrial excitation begin. സോ SA node impulse സ്റ്റാർട്ട് ചെയ്യും, എട്രിയ എക്സൈറ്റ് ചെയ്ത് കൺട്രാക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് കിട്ടുന്ന വേവാണ് പി വേവ്. പിന്നെ ഇമ്പൾസ് AV നോഡിലോട്ട് പോകും. സോ ഇമ്പൾസ് ഡിലേഡ്, AV നോഡിലോട്ട് പോകുമ്പോൾ ഇച്ചിരി സ്പീഡൊക്കെ കുറയും. ഇനി എന്ത് പറ്റും? ഇമ്പൾസ് പാസ് ടു ദ എപ്പെക്സ്, ഹാർട്ടിന്റെ ലോവർ പോർഷൻ, ഷാർപ്പൻഡ് പോർഷൻ ആണ് എപ്പെക്സ്. So it passes to the heart apex and ventricular excitation begin. Ventricular start ചെയ്യും, contract ചെയ്യും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം QRX കോംപ്ലക്സ്. പിന്നെ വെൻട്രിക്കിള് എക്സൈറ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുമ്പോഴാണ് ടി വേവ്. സോ ഇതാണ് ഒരു ECGയുടെ വേവ്: പി വേവ്, QRX കോംപ്ലക്സ്, ടി വേവ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് ഇന്റർവെൽ. ചില ബുക്കിൽ എഴുതും PQ ഇന്റർവെൽ, ചിലതിനകത്ത് PR ഇന്റർവെൽ എന്നും എഴുതും. സോ എന്താണ് ഒരു PR ഇന്റർവെൽ എന്ന് വെച്ചാൽ, PR ഇന്റർവെൽ ടൈം ടേക്കൺ ബൈ ഇമ്പൾസ് ഫ്രം SA node ടു കണ്ടക്ട് ടു ദ വെൻട്രിക്കിൾ. സോ SA നോഡിൽ നിന്ന് വെൻട്രിക്കിൾ വരെ എത്താനുള്ള സമയം, ആ ഇന്റർവെൽ നമ്മൾ ഈ ടൈമിന്റെ അടുത്ത 0.2 സെക്കൻഡ് ആണ്, 0 to 0.2 സെക്കൻഡ്. ആ സമയത്തിനെയാണ് നമ്മൾ ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഇന്റർവെൽ ഉണ്ട്, QT ഇന്റർവെൽ. സോ QT ഇന്റർവെൽ എന്താണ്? QT ഇന്റർവെൽ ഏതൊക്കെ വേവ് ഉണ്ട്? QRX കോംപ്ലക്സും ഉണ്ട്, ടി വേവും ഉണ്ട്. സോ QRX കോംപ്ലക്സ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കിൾ കൺട്രാക്ടിങ് അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഇനി ടി വേവ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ventricular repolarization. Ventricular repolarization. So ventricle full activity, ventricle contract ചെയ്യുന്ന, ചുരുങ്ങുകയും വികസിക്കുകയും, ventricle contract ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ഫുൾ ആക്ടിവിറ്റി ആണ് ഈ QT ഇന്റർവെല്ലില് കാണിക്കുന്നത്. സോ ഇതൊരു 4 സെക്കൻഡ്, 0.4 to 0.6 സെക്കൻഡ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സെഗ്മെന്റ്, ഒരു സെഗ്മെന്റ് കാണാൻ പറ്റും. എന്താണ്? ST സെഗ്മെന്റ്. സോ സെഗ്മെന്റിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ? മുകളിലോട്ടോ താഴോട്ടോ പോയിട്ടുണ്ടോ? സ്ട്രെയിറ്റ് ലൈനാ. സോ ഈ സമയത്ത്
സോ വെൻട്രിക്കിൾ ഒന്ന് കൺട്രാക്ട് ചെയ്ത് കുറച്ച് സമയത്തേക്ക് ഒരു ആക്ടിവിറ്റി ഹാർട്ടിലില്ല. സോ ആ സമയത്തിനെയാണ് നമ്മൾ ST സെഗ്മെന്റ് എന്ന് പറയുന്നത്. അല്ല, സെഗ്മെന്റ് എന്ന് പറയുന്നത്. സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി ഇല്ല. സോ ST സെഗ്മെന്റ് എന്ന് വെച്ചാൽ S തൊട്ട് T തുടങ്ങുന്നിടം വരെ ഉള്ള ഒരു ടൈം. അവിടെ ഹാർട്ടിന് ഒരു ആക്ടിവിറ്റി ഇല്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ST സെഗ്മെന്റ്. സോ ഇത്രയാണ് നമ്മൾ ECGയിൽ അറിയേണ്ടത്. P wave, QRS complex T wave, പിന്നെ PQ ഇന്റർവൽ, പിന്നെ QT ഇന്റർവൽ, പിന്നെ ST സെഗ്മെന്റ്. ചില ടെക്സ്റ്റിൽ ഇത് PR ഇന്റർവെല്ല. PR ഇന്റർവെൽ ആണെങ്കിലും ബിഗിനിങ് ഓഫ് P ടു ബിഗിനിങ് ഓഫ് Q വരെ പറയുന്നത്. സോ അതാണ് ECG. സോ എന്താണ് ECG? Graphical recording of electric activity of heart. Graphical recording of the heart. ഇനി ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ പൊസിഷൻ. ഹാർട്ട് ഇരിക്കുന്നത് thoracic cavity. ഇതൊക്കെ നിങ്ങൾ അനാട്ടമിയിൽ പഠിച്ചതാ, പഠിക്കും ഹാർട്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്റർകോസ്റ്റൽ സ്പേസ്. സോ ഹാർട്ട് thoracic ക്യാവിറ്റിയിലാണ് ഉള്ളത്. thoracic ക്യാവിറ്റിയിൽ റിബ്സ് ഉണ്ട്. thoracic ക്യാവിറ്റിയുടെ സൈഡ് നമ്മൾ എങ്ങനെയാ, റിബ്സ് ആണ്. ആ റിബ്സിന്റെ പേരാണ് കോസ്റ്റ. സോ രണ്ട് റിബ്സിന്റെ ഇടയ്ക്കുള്ള സ്പേസിന്റെ പേരാണ് ഇന്റർകോസ്റ്റൽ സ്പേസ്. സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഫസ്റ്റ് റിബ്. ഇത് സ്റ്റേണത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് സെക്കൻഡ് റിബ്, തേർഡ് റിബ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6, 7 അങ്ങനെ 12 റിബ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് രണ്ട് ഫസ്റ്റ് റിബിന്റെയും സെക്കൻഡ് റിബിന്റെയും ഇടയ്ക്കുള്ള സ്പേസ് ഇന്റർ കോസ്റ്റ മീൻസ് റിബ്സ്. സോ ഇന്റർകോസ്റ്റൽ സ്പേസ്. സോ ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ, സെക്കൻഡ്, തേർഡ്, 4 ആൻഡ് 5th. സോ നിങ്ങൾക്ക് ഈ 5th ഇന്റർകോസ്റ്റൽ സ്പേസ് അത് ലെഫ്റ്റ് സൈഡ്, ഹാർട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബീറ്റ് കിട്ടും. ആ ഹാർട്ട് ബീറ്റിന്റെ പേരാണ് എപ്പെക്സ് ബീറ്റ്. സോ ഹാർട്ട് apex of the heart is located at the left 5th intercostal space. അവിടെ കിട്ടുന്ന ഹാർട്ട് ബീറ്റ് നമുക്ക് പ്രോമിനന്റ് ആയിട്ട് ഹാർട്ട് ബീറ്റ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്, അതിന്റെ പേരാണ് എപ്പെക്സ് ബീറ്റ്. സോ എന്താണ് എപ്പെക്സ് ബീറ്റ്? ലെഫ്റ്റ് 5th intercostal spaceൽ കിട്ടുന്ന ഹാർട്ട് ബീറ്റിന്റെ പേരാണ് എപ്പെക്സ്. സോ ഹാർട്ടിന്റെ എപ്പെക്സ്. സോ നിങ്ങൾക്ക് നോക്കി, ഇതാണ് ഹാർട്ടിന്റെ എപ്പെക്സ്. നിങ്ങൾ ഹാർട്ടിന് ബേസ് ഉണ്ട്. സാധാരണ എപ്പെക്സ് മുകളിലോട്ടായിരിക്കും, പക്ഷെ ഹാർട്ടിന്റെ എപ്പെക്സ് താഴോട്ടാണ് ഫേസ് ചെയ്യുക, ഫേസിങ് ഡൗൺവേർഡ്. സോ ഇവിടെ ഹാർട്ട് ബീറ്റ് നമുക്ക് ഫീൽ ആവും നന്നായിട്ട്. അതാണ് അത് കിട്ടുന്ന ഏരിയ ആണ് ലെഫ്റ്റ് 5th ഇന്റർകോസ്റ്റൽ സ്പേസ്. ഇനി നമ്മൾ പോകുന്നു ഹാർട്ട് സൗണ്ട്. സോ എങ്ങനെയാണ് നമുക്ക് ഹാർട്ടിന്റെ സൗണ്ട്? ഏതൊക്കെയാ ഹാർട്ട് സൗണ്ട്? സോ ഹാർട്ട് സൗണ്ട് നമുക്ക് നോർമലി 2 ഹാർട്ട് സൗണ്ട് ആണ് ഉള്ളത്. there are 2 normal heart sound often described as lub and dub that occur in a sequence of the heartbeat. ഫസ്റ്റ് ഹാർട്ട് സൗണ്ടിനെ നമ്മൾ S1 എന്ന് പറയും, സെക്കൻഡ് ഹാർട്ട് സൗണ്ടിനെ S2 എന്ന് പറയും. സോ ഈ ഹാർട്ട് സൗണ്ട് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ബൈ ക്ലോഷർ ഓഫ് AV വാൽവ്. എന്താണ് AV വാൽവ്? ഏതൊക്കെയാ AV വാൽവ്? ട്രൈക്കോസ്പിഡ് ആൻഡ് ബൈക്കോസ്പിഡ്. ട്രൈക്കോസ്പിഡ് ആൻഡ് ബൈക്കോസ്പിഡ്. ഇനി സോ S1 ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് AV വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഇനി സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ആണ് S2, അതാണ് ഡബ്. സോ അത് ഏത് വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാ? സെമി ലൂണാർ. ഏതൊക്കെ സെമി ലൂണാർ വാൽവ്? പൾമണറി ആൻഡ് അയോട്ടിക്. പൾമണറി ആൻഡ് അയോട്ടിക് വാൽവ്. സോ ഇതാണ്. പിന്നെ അല്ലാതെ നമുക്ക് 2 ഹാർട്ട് സൗണ്ടുകളുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ക്ലോഷർ ഓഫ് എട്രിയോ വെൻട്രിക്കുലർ വാൽവ്, സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്. ഇനി നമുക്ക് 2 വളരെ സൗണ്ട് കുറഞ്ഞ ഹാർട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. തേർഡ് ആൻഡ് ഫോർത്ത് ഹാർട്ട് സൗണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. തേർഡ് ഹാർട്ട് സൗണ്ട് എന്ന് വെച്ചാൽ അതിന് പ്രത്യേക പേരൊന്നുമില്ല. തേർഡ് ഹാർട്ട് സൗണ്ട് എന്ന് വെച്ചാൽ റഷിങ് ഓഫ് ബ്ലഡ്, വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് എരച്ചു പോകുന്നതാണ് തേർഡ് ഹാർട്ട് സൗണ്ട്. ഇനി ഫോർത്ത് ഹാർട്ട് സൗണ്ട് എന്ന് വെച്ചാൽ കൺട്രാക്ഷൻ ഓഫ് ദ എട്രിയൽ സിസ്റ്റോൾ നടക്കുമ്പോൾ വരുന്ന സൗണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് അറിയാം, അങ്ങനെ 2 ഹാർട്ട് സൗണ്ട് ഉണ്ടെന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഇനി
ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എങ്ങനെയായിരിക്കും? ലോങ് ആയിരിക്കും, സമയം കൂടുതലുണ്ട്, പക്ഷെ സോഫ്റ്റും ലോ പിച്ച്ഡും ആയിരിക്കും. ഇറ്റ് റിസംബിൾ ദ സൗണ്ട് ലബ്. ഇനി സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എങ്ങനെയായിരിക്കും? അത് ഷോർട്ട് ആണ്, ഷാർപ്പ് ആണ്, ഹൈ പിച്ച്ഡ് സൗണ്ട് ആണ്. ഇറ്റ് റിസംബിൾ ഡബ്. ഇനി ഇ സി ജിയിൽ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എവിടെ വെച്ചായിരിക്കും? ഇറ്റ് കോയിൻസൈഡ് വിത്ത് ദ പീക്ക് ഓഫ് ആർ വേവ്. പി വേവ്, ക്യു ആർ, ആർ വേവിന്റെ അവിടെയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എവിടെയാണ്? പ്രിസീഡ് ഓർ അപ്പിയർ 0.9 സെക്കൻഡ് ആഫ്റ്റർ ദ ടി വേവ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് അറിയണം, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എ വി വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാണ്, സെക്കൻഡ് ഹാർട്ട് സൗണ്ട് സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് കാർഡിയാക് സൈക്കിൾ. സോ എന്താണ് കാർഡിയാക് സൈക്കിൾ? സോ കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ a period from beginning of one heartbeat to the beginning of next heartbeat. ഒരു ഹാർട്ട് ബീറ്റ് തുടങ്ങി അടുത്ത ഹാർട്ട് ബീറ്റിന് ഉള്ളവരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഹാർട്ടിനുള്ളിൽ സംഭവിക്കും, അതാണ് കാർഡിയാക് സൈക്കിൾ. സോ വാട്ട് ഈസ് കാർഡിയാക് സൈക്കിൾ? പീരിയഡ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ഒരു ഹാർട്ട് ബീറ്റ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റ് വരെയുള്ള സംഭവങ്ങൾ, അതാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഹാർട്ട് ബീറ്റ് നോർമലി 75 ആയിട്ട് 72 പറയുന്നത് 75 ആയിട്ട് കണക്കാക്കിയാൽ നമുക്ക് കാർഡിയാക് സൈക്കിൾ ഒരു ഹാർട്ട് ബീറ്റ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റ് വരെ നമുക്ക് ഉള്ള സമയമാണ് 0.8 സെക്കൻഡ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാർഡിയാക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ. സോ ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ ഈസ് 0.8 സെക്കൻഡ്. സോ എന്താണ് കാർഡിയാക് സൈക്കിൾ? Period from the beginning of one heartbeat to beginning of the next. ഇനി കാർഡിയാക് സൈക്കിളിന് രണ്ട് പോർഷൻ ഉണ്ട്, സിസ്റ്റോളും ഡയസ്റ്റോളും. സോ എന്താണ് സിസ്റ്റോൾ? സിസ്റ്റോൾ കൺട്രാക്ഷൻ. ഡയസ്റ്റോൾ relaxation. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, സോ ഇതാണ് നമ്മുടെ കാർഡിയാക് സൈക്കിൾ. ഒരു ഹാർട്ട് ബീറ്റ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റ് വരെ ഉള്ള ടൈം എത്ര സമയം എടുക്കും? 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡ് ആണ്. സോ അവിടെ നമുക്ക് കൺട്രാക്ഷനും ഉണ്ട്, റിലാക്സേഷനും ഉണ്ട്. സോ മെയിൻലി നമ്മൾ ഹാർട്ടിന്റെ വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ആണ് പറയുന്നത്, പിന്നെ അവസാനം എട്രിയത്തിന്റെ കൺട്രാക്ഷൻ. സോ വെൻട്രിക്കിള്, ഹാർട്ട് എന്ത് ചേംബറാണ്? ഹാർട്ട് ഒരു മസ്കുലർ പമ്പാണ്, അതിൽ ബ്ലഡ് ഫില്ല് ചെയ്യുന്ന ഒരു ചേംബറാണ്. സോ വെൻട്രിക്കിൾ എന്ന് വെച്ചാൽ ഏത് പോർഷൻ ഓഫ് ദ ഹാർട്ട് ആണ്? ലോവർ പോർഷൻ അല്ലെങ്കിൽ ലോവർ ചേംബർ. അപ്പൊ ലോവർ ചേംബർ ബ്ലഡ് കൺട്രാക്ട് ചെയ്ത ബ്ലഡ് എങ്ങോട്ടൊക്കെ പോകും? പൾമണറി ആർട്ടറിയിലോട്ടും അയോട്ടയിലോട്ടും ബ്ലഡ് പോകും. സോ നമ്മൾ പറയാം വെൻട്രിക്കിൾ ഒരു പമ്പിങ് ചേംബറാണ്, എട്രി ഒരു ഫില്ലിംഗ് ചേംബറാണ്. സോ അതിൽ ആദ്യമാണ് സിസ്റ്റോൾ. സോ വെൻട്രിക്കിൾ അത് കൺട്രാക്ട് ചെയ്യും. പിന്നെ സോ നമുക്ക് ഇവിടെ കാണാം, സോ കാർഡിയാക് സൈക്കിൾ, it consists of two parts, mainly ventricular contraction called systole and ventricular relaxation diastole. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എട്രിയൽ സിസ്റ്റോൾ, എട്രിയൽ ഡയസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. പക്ഷേ ഹാർട്ടിൽ വെൻട്രിക്കിൾ ആണ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, എട്രിയം വളരെ മിനിമൽ ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ വെൻട്രിക്കിളിന്റെ കാര്യം ആദ്യം പറയുന്നത്. സോ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ ഇസ് കോൾഡ് സിസ്റ്റോൾ, റിലാക്സേഷൻ ഇസ് ദ ഡയസ്റ്റോൾ. ഇനി നമുക്ക് ഈ വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന പോർഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പേരാണ് ഐസോവോളിമെട്രിക്.
ആദ്യത്തെ പോർഷൻ ആണ് ഐസോ. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കണം. സോ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന നമ്മൾ 2 ഫേസിലാണ്. ആദ്യത്തെ ഫേസിന്റെ പേരാണ് ഐസോ വോളിമെട്രിക്. ഐസോ എന്ന് വെച്ചാൽ എന്താ? സിമിലർ. സെയിം അല്ലെങ്കിൽ സിമിലർ. സോ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചു ഹാർട്ടിൽ 4 ചേംബർ ഉണ്ട്. റൈറ്റ് എട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് എട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ഇവിടെ നമ്മൾ പറയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. സോ ബ്ലഡ് എട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് പോകുന്ന വാൽവ്, അതാണ് ട്രൈകസ്പിഡ് വാൽവ്. സോ ബ്ലഡ് എട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് എത്തിയ ആ വാൽവ് ക്ലോസ് ആകും. ട്രൈകസ്പിഡ് വാൽവും ക്ലോസ് ആവും, ബൈകസ്പിഡ് വാൽവും ക്ലോസ് ആവും. ഇനി വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്നതും മറ്റേ അയോട്ടയിലോട്ട് പോകുന്നതും സെമി ലൂണാർ വാൽവ്. ഈ 4 വാൽവും ബ്ലഡ് എട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് എത്തി. ഇപ്പം എട്രിയത്തിലെ പ്രഷർ കുറഞ്ഞ് അപ്പോഴത്തേക്ക് വാൽവ്. എന്തിനാ വാൽവിന്റെ ഫംഗ്ഷൻ? എന്താണ് ഒരു വാൽവ് എന്ന് വെച്ചാ? വാൽവ് എന്ന് വെച്ചാൽ റിഗർജിറ്റേഷൻ എന്ന് വെച്ചാൽ വാൽവിന്റെ അബ്നോർമാലിറ്റിയാ. വാൽവ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഒരു സൈഡിലോട്ട് മാത്രം ഫ്ലൂയിഡ് പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് വാൽവ്. സോ എട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളോട്ട് ബ്ലഡ് വന്ന് ഇനി തിരിച്ച് എട്രിയത്തിലോട്ട് ബ്ലഡ് പോകാൻ പാടില്ല. അവിടെ പ്രഷറൊക്കെ അപ്പം കുറയും. അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് ആ വാൽവ് അടയും അപ്പോഴത്തേക്ക്. സോ ആദ്യത്തെ കണ്ടീഷനാണ് ഐസോ വോളിമെട്രിക് കൺട്രാക്ഷൻ. ഈ ഐസോ വോളിമെട്രിക് എന്ന് പറയുമ്പോൾ എല്ലാ വാൽവും ക്ലോസ് ആയിരിക്കും. എത്രത്തോളം ബ്ലഡ് ആണോ ഹാർട്ടിലുള്ളത് അത്രമാത്രം, കൂടുതൽ ഫിൽ ആകത്തില്ല. ഇതിനെയാണ് നമ്മൾ ഐസോ വോളിമെട്രിക് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഇജക്ഷൻ. സോ ഇത് ബ്ലഡ് ഫില്ലായി ഇനി അത് പുറത്തോട്ട് തള്ളണം. പൾമണറി ആർട്ടറിയിലോട്ടും അയോട്ടയിലോട്ടും ആ ബ്ലഡ് പമ്പ് ചെയ്യണം. അതിന്റെ പേരാണ് ഇജക്ഷൻ. സോ വെൻട്രിക്കുലർ സിസ്റ്റോളിൽ 2 ഫേസ് ഉണ്ട്, ഐസോ വോളിമെട്രിക് കൺട്രാക്ഷനും ഇജക്ഷനും. സോ ഐസോ വോളിമെട്രിക് എന്ന് എവിടെ കേട്ടാലും എല്ലാ വാൽവും ക്ലോസ് ആയിരിക്കും. ഐസോ എന്ന് വെച്ചാൽ സെയിം, വോളിയം കൂടില്ല. ഇനി ഐസോ വോളിമെട്രിക് കൺട്രാക്ഷൻ ആൻഡ് ഇജക്ഷൻ. ഇനി വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. ഇനി വെൻട്രിക്കുലർ റിലാക്സ് ആകും. ഇപ്പം ബ്ലഡ് ഒക്കെ നമ്മൾ പമ്പ് ചെയ്ത് കളഞ്ഞ് അത് കഴിഞ്ഞ് വെൻട്രിക്കുലർ റിലാക്സ് ആകുമ്പോൾ ഉള്ള മെയിൻലി 3 സ്റ്റേജ് ആണ് ഐസോ വോളിമെട്രിക് റിലാക്സേഷൻ. സോ ഐസോ വോളിമെട്രിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെയിം വോളിയം. എല്ലാ വാൽവും സെയിം വോളിയം ആയിരിക്കും, എല്ലാ വാൽവും ക്ലോസ് ആയിരിക്കും. സോ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പൾമണറി ആർട്ടറിയിലും അയോട്ടയിലോട്ടും പോയി. ഇനി ബ്ലഡ് പോയത് തിരിച്ചു വരാൻ പാടില്ല. അപ്പൊ പൾമണറി വാൽവും അയോട്ടിക് വാൽവും ക്ലോസ് ആകും. നേരത്തെ ഓൾറെഡി AV വാൽവ് ക്ലോസ് ആ. അപ്പം ഇപ്പം വെൻട്രിക്കുലറിന് ഒരു ബ്ലഡും ഇല്ല. അതിന്റെ പേരാണ് ഐസോ വോളിമെട്രിക് റിലാക്സേഷൻ. ഇനി ഇപ്പം ബ്ലഡ് ഒന്നുമില്ല. ഇനി വെൻട്രിക്കുലോട്ട് AV വാൽവ് തുറക്കും. സോ ആദ്യം ഏതെങ്കിലും അടഞ്ഞിരുന്നിട്ട്, ഇപ്പൊ നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ ഡോറ് ക്ലോസ് ആവും. ആദ്യം ഒന്ന് തുറക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് വരും, പെട്ടെന്ന് കയറും. അതാണ് റാപ്പിഡ്. സോ AV വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് റഷിങ് ഓഫ് ബ്ലഡ് ഇൻറ്റു വെൻട്രിക്കിളിലോട്ട് വരും. അതാണ് റാപ്പിഡ് വെൻട്രിക്കുലർ ഫില്ലിംഗ്. അത് കഴിഞ്ഞ് ആ പ്രഷറൊക്കെ കുറയുമ്പോൾ അടുത്ത ഫില്ലിംഗ് ആണ് സ്ലോ വെൻട്രിക്കുലർ ഫില്ലിംഗ്. സോ ഇത്രയാണ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. സോ വെൻട്രിക്കിൾ ഫില്ല് ചെയ്ത് ഇനി വെൻട്രിക്കിൾ ഫില്ല് ചെയ്തിട്ട് ഒരു ആഡഡ് ഇഫക്റ്റ് ആയിട്ട് അപ്പർ ചേംബർ ഒന്നും കൂടെ കൺട്രാക്ട് ചെയ്യും. വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് എവിടുന്നാ വരുന്നത്? എട്രിയത്തിൽ നിന്നാണ് വരുന്നത്. ആ എട്രിയ സിസ്റ്റോൾ വെൻട്രിക്കുലർ ഫില്ലിങ്ങിന്റെ എൻഡ് ആകുമ്പോൾ എട്രിയ ഒന്ന് കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഉള്ള എല്ലാ ബ്ലഡും അപ്പർ ചേംബറിൽ നിന്ന് ലോവർ ചേംബറിലോട്ട് വരും. സോ അതാണ് എട്രിയൽ കൺട്രാക്ഷൻ ഓർ എട്രിയൽ സിസ്റ്റോൾ. സോ ഇത്രയാണ് നമ്മുടെ കാർഡിയാക് സൈക്കിളിൽ നടക്കുന്നത്. സോ കാർഡിയാക് സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് ബീറ്റ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റ് വരെയുള്ള ആ ടൈം പീരീഡ് ആണ്. ആ ടൈമിംഗ് ഒരു ഹാർട്ട് ബീറ്റ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റ് വരെയുള്ള ടൈം പീരീഡ് ആണ് 0.8 സെക്കൻഡ്. സോ ഇനി 0.8 സെക്കൻഡ് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ എട്രിയൽ സിസ്റ്റോൾ 1 സെക്കൻഡ് ആണ്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ 0.3 സെക്കൻഡ് ആണ്. ഇനി വെൻട്രിക്കുലാർ
ഡയസ്റ്റോൾ 0.5 സെക്കൻഡ്. അങ്ങനെ നമ്മളത് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ഇവന്റ് ഉണ്ട്, ഏതൊക്കെ ഇവന്റാ ഉള്ളത്? വെൻട്രിക്കുലർ കൺട്രാക്ഷനും വെൻട്രിക്കുലർ റിലാക്സേഷൻ മെയിൻലി. ആൻഡ് വെൻട്രിക്കുലർ റിലാക്സേഷന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് എട്രിയൽ കൺട്രാക്ഷൻ വരുന്നത്. സോ വെൻട്രിക്കുലർ കൺട്രാക്ഷനിൽ 2 ഫേസ് ഉണ്ട്, ഐസോവോളിമെട്രിക് കൺട്രാക്ഷനും ഇജക്ഷനും. സോ എന്താണ് ഐസോവോളിമെട്രിക് കൺട്രാക്ഷൻ എന്ന് വെച്ചാൽ? സെയിം വോളിയം ആയിരിക്കും എല്ലാ വാൽവും ക്ലോസ്ഡ് ആണ്. സെയിം വോളിയം ആയിരിക്കും എല്ലാ വാൽവും. സോ വെൻട്രിക്കിൾ കൺട്രാക്ട് ഡ്യൂ ടു വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. പ്രഷർ വെൻട്രിക്കിളിൽ പെട്ടെന്ന് കൂടും. സോ പെട്ടെന്ന് AV വാൽവ് ക്ലോസ് ആവും. സെമി ലൂണാർ വാൽവ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ ഐസോവോളിമെട്രിക് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ സമയത്താണ് നമുക്ക് AV വാൽവ് ക്ലോസ് ആവുമ്പോഴാണ് ഏത് ഹാർട്ട് സൗണ്ട് വരുന്നത്? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്. ഹാർട്ട് സൗണ്ട് വരുന്നത് AV വാൽവ് ക്ലോസ് ആകുമ്പോൾ. അത് കഴിഞ്ഞ് ഇജക്ഷൻ ഫേസ്. ഇപ്പൊ എല്ലാ വാൽവും ക്ലോസ് ആയി വെൻട്രിക്കുലർ പ്രഷർ ഒത്തിരി കൂടും. അപ്പൊ അയോർട്ടയെക്കാളും പ്രഷർ കൂടുമ്പോൾ ഇവിടെയുള്ള ബ്ലഡ് ആർട്ടറിയിലോട്ട് പോകണം. അതാണ് ഇജക്ഷൻ. അവിടെയും ആദ്യത്തെ ഇജക്ഷൻ സ്പീഡ് കൂടുതലായിരിക്കും, അതിനെ റാപ്പിഡ് ഇജക്ഷൻ എന്നും രണ്ടാമത്തതിനെ സ്ലോ ഇജക്ഷൻ എന്നും പറയും. അതാണ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. ഇനി വെൻട്രിക്കുലർ റിലാക്സേഷൻ, അതാണ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. സോ അവിടെ ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഉണ്ട്. ചില ബുക്കിലൊക്കെ നിങ്ങൾക്ക് പ്രോട്ടോ ഡയസ്റ്റോൾ എന്നും കൂടെ കാണാം. ഐസോവോളിമെട്രിക് റിലാക്സേഷൻ, റാപ്പിഡ് ഫില്ലിംഗ്, റെഡ്യൂസ്ഡ് ഫില്ലിംഗ്. റെഡ്യൂസ്ഡ് ഫില്ലിങ്ങിന്റെ വേറൊരു പേരാണ് ഡയാസ്റ്റാസിസ്. സോ ഇത്രയാണ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. സോ എല്ലാ ബ്ലഡും പമ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും സെമിലൂണാർ വാൽവ് ക്ലോസ് ആകും, ഇൻ AV വാൽവും ക്ലോസ് ആകും. അപ്പം വെൻട്രിക്കുലർ റിലാക്സ് ചെയ്യും. അതിന്റെ പേരാണ് ഐസോവോളിമെട്രിക് റിലാക്സേഷൻ. ഇനി വെൻട്രിക്കുലർ റിലാക്സ് ആയി പ്രഷർ ഒക്കെ കുറഞ്ഞ്, ഇപ്പൊ അപ്പർ ചേംബറിൽ പ്രഷർ കൂടി, ബ്ലഡ് എല്ലാം വന്ന് ഫില്ലായി. ഇനി അപ്പർ ചേംബറിൽ നിന്ന് ബ്ലഡ് ലോവർ ചേംബറിലോട്ട് വരണം. അപ്പൊ ഏത് വാൽവ് ഓപ്പൺ ചെയ്യും? അപ്പർ ചേംബറിൽ നിന്ന് എട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിലോട്ട് ബ്ലഡ് വരണമെങ്കിൽ AV വാൽവ് ഓപ്പൺ ചെയ്ത് വരും. ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലഡ് ഫാസ്റ്റ് ആയിട്ട് വരും, അതാണ് റാപ്പിഡ് ഫില്ലിംഗ്. പിന്നെ സ്ലോ ഫില്ലിംഗ്. സ്ലോ ഫില്ലിങ്ങിന്റെ പേരാണ് ഡയാസ്റ്റാസിസ്. ഇനി അത് കഴിഞ്ഞ് എല്ലാ ബ്ലഡും എട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിലോട്ട് വന്നു. ഇനി എന്തെങ്കിലും എട്രിയത്തിൽ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ വരാൻ വേണ്ടി എട്രിയ കൺട്രാക്ട് ചെയ്യും. അതാണ് എട്രിയൽ സിസ്റ്റോൾ. ഇനി എട്രിയൽ ഡയസ്റ്റോൾ വളരെ മിനിമൽ ആണ്, അത് ഈ പ്രഷറിന്റെ ഇടയ്ക്ക് പോയി, അതുകൊണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. ഇത്രയാണ് കാർഡിയാക് സൈക്കിൾ. സോ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. ഇതാണ് കാർഡിയാക് സൈക്കിൾ. സോ ഇങ്ങനെ ഇതാണ് നമുക്ക് പറ്റുന്നത്. ഐസോവോളിമെട്രിക് കൺട്രാക്ഷൻ, പിന്നെ ഇജക്ഷൻ വരും, പിന്നെ ഡയസ്റ്റോൾ, ഐസോവോളിമെട്രിക് റിലാക്സേഷൻ, റാപ്പിഡ് ഫില്ലിംഗ്, റെഡ്യൂസ്ഡ് ഫില്ലിംഗ്. സോ ഇതാണ് പാസീവ് ഫില്ലിംഗ്, പാസീവ് ഫില്ലിംഗ്, ആക്റ്റീവ് ഫില്ലിംഗ്. ഇങ്ങനെയാണ് കാർഡിയാക് സൈക്കിൾ നടക്കുന്നത്. എത്ര കാർഡിയാക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ? 0.8 സെക്കൻഡ്. അതാണ് കാർഡിയാക് സൈക്കിൾ. ഇനി എന്താണ് BP ഓർ ബ്ലഡ് പ്രഷർ ഓർ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ? സോ എന്താണ് ബ്ലഡ് പ്രഷർ? സോ നമ്മുടെ ബ്ലഡ് എന്താണ് ബ്ലഡ് പ്രഷർ? Pressure exerted by the heart on the walls of the arteries. Pressure exerted by the blood on the wall of artery. നമ്മുടെ ബ്ലഡ് വെസലിലോട്ട് ഒരു പ്രഷർ കൊടുക്കും. ബ്ലഡ് ആർട്ടറിയിലൂടെ പോകുമ്പോൾ ആ ബ്ലഡ് ഒരു പ്രഷർ കൊടുക്കും. ആ പ്രഷറിന്റെ പേരാണ് ബ്ലഡ് പ്രഷർ. So the pressure exerted by the blood on the wall of the heart or blood vessel. ഹാർട്ടിലോട്ടും ബ്ലഡ് വെസലിലോട്ടും കിടക്കുന്ന ബ്ലഡ് കൊടുക്കുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെ ബ്ലഡ് പ്രഷർ ഡിറ്റർമിൻ ചെയ്യാം? സോ നമുക്ക് ബ്ലഡ് പ്രഷറിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് പറയാം
സിസ്റ്റോളിക്. സിസ്റ്റോൾ എന്ന് വെച്ചാൽ എന്താ? കൺട്രാക്ഷനിലുള്ള പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. ഇനി വേറൊരു പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഹൈയസ്റ്റ് പ്രഷർ, ഹൈ പ്രഷർ. നമുക്ക് സിസ്റ്റോളും ഉണ്ട് ഡയസ്റ്റോളും ഉണ്ട്. ഇനി ഡയസ്റ്റോളിക് പ്രഷർ. എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ? ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ. പിന്നെ തേർഡ് ടൈപ്പ് ഒരു പ്രഷർ ഉണ്ട്, പൾസ് പ്രഷർ. പൾസ് പ്രഷർ എന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും മൈനസ് ചെയ്യുമ്പോൾ ഉള്ള പ്രഷർ. ഇപ്പൊ സിസ്റ്റോളിക്ക് 120, ഡയസ്റ്റോളിക് 80 ആണെങ്കിൽ 120 മൈനസ് 80, അതാണ് പൾസ് പ്രഷർ. ഇനി ഒരു വേറൊരു പ്രഷർ ഉണ്ട്, മീൻ ആർട്ടീരിയൽ പ്രഷർ. സോ നമ്മളൊരു ആവറേജ്, മീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ആവറേജ്, നമ്മുടെ ബോഡിയിൽ ഉള്ള ആവറേജ് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷർ. നമ്മൾ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷറും ഈ 1/3 ഓഫ് ദ പൾസ് പ്രഷറും കൂടെ ആഡ് ചെയ്യുന്നതാ അല്ലെ, അതിനെയാണ് നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രഷർ? Systolic, diastolic, pulse pressure, main arterial. സോ നമ്മൾ ഒരു ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സ്പിഗ്മോ മാനോമീറ്ററിൽ നമ്മളിപ്പം എഴുതും ഒരു നോർമൽ പ്രഷർ നമ്മൾ എത്ര പറയുന്ന ആവറേജ്? നോർമൽ 120/80. 120/80 ആണേ. 120/80 millimeter ഓഫ് HG. HG എന്ന് വെച്ചാൽ മെർക്കറി, millimeter ഓഫ് മെർക്കറി. സോ ഈ 120 എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ, ഇത് നമ്മുടെ ആവറേജ് പ്രഷർ, നമ്മളിത് പഠിക്കുക എത്രയാണ്. സോ ആവറേജ് 120യും ഹയസ്റ്റ് പ്രഷർ സിസ്റ്റോളിക് പ്രഷർ 120യും ഡയസ്റ്റോളിക് പ്രഷർ 80യും, അതാണ് ഒരു നോർമൽ ബ്ലഡ് പ്രഷർ ആയിട്ട് പറയുന്നത്. നോർമൽ ആവറേജ് ബ്ലഡ് പ്രഷർ ഇത് രണ്ടുമാണ്, സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി പൾസ് പ്രഷർ എന്താണെന്നാ പറഞ്ഞത്? എന്താണ് പൾസ് പ്രഷർ? ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ആണ്. ഡിഫറൻസ് ആണ് സിസ്റ്റോളിക് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ആണ് പൾസ് പ്രഷർ. സോ ഇപ്പം സിസ്റ്റോളിക് പ്രഷർ 110ഉം ഡയസ്റ്റോളിക് പ്രഷർ 90 ആണെങ്കിൽ എത്ര ആയിരിക്കും പൾസ് പ്രഷർ? സിസ്റ്റോളിക് 20, 110ഉം 90ഉം. 110ഉം 80 ആണെങ്കിൽ 30. സോ ഈ പൾസ് പ്രഷർ എപ്പോഴും നമുക്ക് 120 വരാൻ പാടില്ല, 30ക്കും 40ക്കും ഇടയ്ക്ക് നിൽക്കണം. 30 ബിറ്റ്വീൻ 30 ആൻഡ് 40. ഓക്കെ. സോ 120/80 കറക്റ്റ് 40. സോ ഈ 30യും 40യും ഇടയ്ക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന പൾസ് പ്രഷർ. സോ അതാണ് പൾസ് പ്രഷർ. ഇനി എന്താണ് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറഞ്ഞത്? അതൊരു ആവറേജ് പ്രഷറാണ്. ആവറേജ് പ്രഷർ പ്രൊഡ്യൂസ് ഡ്യൂറിങ് കാർഡിയാക് സൈക്കിൾ. സോ എന്താണ് മീൻ ആർട്ടീരിയൽ പ്രഷർ? ആവറേജ് പ്രഷർ ഇൻ കാർഡിയാക് സൈക്കിൾ. സോ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ ഇവിടെ നമ്മൾ എത്ര പറഞ്ഞേക്കുന്നത്? 80 പ്ലസ് ഈ 120 മൈനസ് 80 എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? 40. ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് ദ പൾസ് പ്രഷർ. സോ ഇവിടെ നമ്മളിപ്പം 110/80 പറഞ്ഞാൽ 30 വരും. അപ്പം ഒരു 30 കൂടെ നമ്മൾ ആഡ് ചെയ്താൽ ഒരു 18/30. അതാണ് ഒരു മീൻ ആർട്ടീരിയൽ പ്രഷർ. സോ എന്താണ് മീൻ ആർട്ടീരിയൽ പ്രഷർ? ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് ദ പൾസ് പ്രഷർ. അതാണ് മീൻ ആർട്ടീരിയൽ പ്രഷർ. ഓക്കെ. സോ സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ, പൾസ് പ്രഷർ, മീൻ ആർട്ടീരിയൽ പ്രഷർ. സോ നമുക്ക് ബി പിക്ക് ഒരു ഫോർമുലയുണ്ട്.
സോ ബി പി ഈസ് ഈക്വൽ ടു ബി പിയുടെ ഫോർമുലയാണോ? നിങ്ങൾക്ക് ഇവിടെ കാണാം, കാർഡിയാക് ഔട്ട്പുട്ട് ഇൻറ്റു ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. സോ അപ്പൊ നമുക്കറിയണം എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ സാധാരണ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ? ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എത്ര പുറത്തോട്ട് വരും. സോ ഒരു ഹാർട്ട് ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യുന്നു, അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നത് വെച്ചിട്ട് ഒരു മിനിറ്റിൽ എത്ര ആയിരിക്കും ഒരു നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്? 72. സോ ഒരു സെക്കൻഡിൽ 70 ml പമ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിലല്ല, ഒരു ബീറ്റിൽ 70 ml പമ്പ് ചെയ്യും. പിന്നെ ഒരു മിനിറ്റിൽ 72 ബീറ്റും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് 5 ലിറ്റർ എന്ന് പറയുന്നത്. സോ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ? ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് പമ്പ് ബൈ ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പുറത്തു വരും. അതിന്റെ എങ്ങനെ വാല്യൂ? ഒരു സെക്കൻഡ്, ഒരു ബീറ്റിൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യും? 70 ml ബ്ലഡ് ആണ് ഒരു ബീറ്റിൽ പമ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 72 ബീറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 5.04 ലിറ്റർ. അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് 5 ലിറ്റർ, കാർഡിയാക് സൈക്കിൾ 0.8 സെക്കൻഡ്. ഇനി ഈ നമ്മൾ ഈ പറഞ്ഞ 70 ml എന്താണ്? 70 ml ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ബീറ്റിൽ എത്ര ബ്ലഡ് പുറത്തോട്ട് വരും, അതിന്റെ പേരാണ് സ്ട്രോക്ക് വോളിയം. സോ എന്താണ് സ്ട്രോക്ക് വോളിയം? Volume of blood pumped out per each beat. So volume of blood pumped out by each ventricle per heartbeat. അത് 70, ഓരോ ഹാർട്ട് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് 70 ml ആണ് പമ്പ് ചെയ്യുന്നത്. സോ അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ ബി പി എന്ന് വെച്ചാൽ എന്താ? ബ്ലഡ് പ്രഷർ. ഈ കാർഡിയാക് ഔട്ട്പുട്ട് എത്ര ബ്ലഡ് പമ്പ് ചെയ്യുന്നു ഇൻറ്റു ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. സോ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ ബ്ലഡ് വെസലിനോട്ട് കൊടുക്കുന്ന ഒരു പ്രഷറാണ്. ഇനി പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ബ്ലഡ് ചെറിയ ചെറിയ ബ്ലഡ് വെസലിലോട്ട് പോകുമ്പോൾ ആ ചെറിയ ബ്ലഡ് വെസൽ തിരിച്ച് ബ്ലഡിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതാണ് ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. സോ ബി പിയുടെ ഫോർമുല കാർഡിയാക് ഔട്ട്പുട്ട് ഇൻറ്റു ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. അതാണ് 2 ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ബ്ലഡ് പ്രഷർ. ഇനി നമുക്ക് ബ്ലഡ് പ്രഷറിന്റെ അടുത്ത ഡിറ്റർമിനന്റ് ആണ് ബ്ലഡ് വോളിയം കൂടിയാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. നമ്മുടെ ബ്ലഡ് വെസൽ ഇലാസ്റ്റിക് ആണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയും. സോ പ്രായമായി വരുമ്പോഴൊക്കെ ബി പി കൂടാൻ കാരണം ബ്ലഡ് വെസലിന്റെ ഇലാസ്റ്റിസിറ്റി, ബ്ലഡ് പോകുമ്പോൾ അത് വികസിച്ചിട്ട് തിരിച്ച് കൺട്രാക്ട് ചെയ്യാൻ സമയമെടുക്കും. അതാണ് പ്രായമായുള്ളവർക്ക് ബി പി കൂടാൻ കാരണം. ഇനി ബി പി നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ. ഇത് മാനുവൽ ആയിട്ടുള്ള മെർക്കുറിക് സ്പിഗ്മോ മാനോമീറ്റർ. ഇത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം SYS അതാണ് സിസ്റ്റോളിക്, DIA ഡയസ്റ്റോളിക്. പിന്നെ നമുക്ക് അതിനകത്ത് ഹാർട്ട് റേറ്റ് കാണാൻ പറ്റും. ഇനി നമ്മൾ ബി പി എങ്ങനെയാ മെഷർ ചെയ്യുന്നത് ഈ സ്പിഗ്മോ മാനോമീറ്ററിൽ? സോ ബി പി എങ്ങനെയാ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ പ്രൊസീജിയർ, പേഷ്യന്റിനോട് കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കാൻ പറയണം, 15 to 20 minutes ബിഫോർ ടേക്കിംഗ് ബി പി റീഡിങ്. ഇനി നമ്മൾ ആ കഫ്, അതിനകത്തുള്ളൊരു ഈ കാണുന്ന കഫ്, കൈ കവർ ചെയ്യാനുള്ള കഫ് വെച്ച് കവർ ചെയ്യും. സോ റാപ്പ് ദ ബ്ലഡ് പ്രഷർ കഫ് ഈവൻലി അറൌണ്ട് ദ പേഷ്യൻസ് ആം എബോവ് ദ ആന്റി ക്യൂബിറ്റൽ, എൽബോയുടെ മുകളിലുള്ള സ്പേസ്, അതാണ് ആന്റി ക്യൂബിറ്റൽ ഫോസ. പിന്നെ നമ്മുടെ സ്റ്റെതസ്കോപ്പ് അവിടെ വെച്ചിട്ട് നമ്മൾ ഏത് ആർട്ടറിയിലെ ബി പി ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രേക്കിയൽ ആർട്ടറി, ആ ലൊക്കേഷനിലോട്ട് വെച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യണം. ബി പിയുടെ ആ വാൽവ് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറണം. സ്റ്റാർട്ട് പമ്പിങ് ദ കഫ് ബൾബ്, ആ ബൾബ് പമ്പ് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു 160 വെച്ചൊക്കെ നിർത്തണം. എന്നിട്ട് താഴോട്ട് പതുക്കെ കൊണ്ടുവരണം. റാപ്പിഡ്ലി സ്ക്യൂസ് ദ പമ്പ് ബൾബ് അണ്ടിൽ നോ ലോങ്ങർ ഹിയർ ദ സൗണ്ട് ഓഫ് ദ പൾസ്. പിന്നെ അത്
ആന്റി ക്ലോക്ക് വൈസിലോട്ട് ഓപ്പൺ ചെയ്യണം. സോ ആദ്യം കേൾക്കുന്ന സൗണ്ടാണ് സിസ്റ്റോളിക് പ്രഷർ. പിന്നെ നമ്മൾ റിലീസ് ചെയ്ത് ലാസ്റ്റ് ആ സൗണ്ട് പോകും. അപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഡയസ്റ്റോളിക്. അങ്ങനെയാണ് നമ്മൾ BP മെഷർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഡിജിറ്റൽ സ്പിഗ്മോമാനോമീറ്ററിൽ BP അപ്പാരറ്റസിൽ നമുക്ക് സ്റ്റെതസ്കോപ്പിന്റെ ആവശ്യം ഇല്ല. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഇനി BP എങ്ങനെയൊക്കെ വേരി ചെയ്യാം. ഏജ്, കുട്ടികൾക്ക് BP കുറവായിരിക്കും, പ്രായമാകും തോറും BP കൂടും. ഫീമെയിൽസിൽ കുറവായിരിക്കും, മെയിലിൽ കൂടും. പിന്നെ ഡേ ആൻഡ് നൈറ്റ് വേരിയേഷൻ ഉണ്ടാകും. പിന്നെ ഗ്രാവിറ്റിക്ക്, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ BP കൂടുതലായിരിക്കും ഗ്രാവിറ്റിക്ക് എതിരായിട്ട് നമ്മൾ കിടക്കുമ്പോഴാണ്. അതുകൊണ്ട് BP എപ്പോഴും കിടന്നു നോക്കുന്നതായിരിക്കും നല്ലത് ഒരു ബെഡില്. സോ കാർഡിയാക് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് പൾസ്? ഒരു 5 മിനിറ്റ് കൂടെ. സോ പൾസ് എന്ന് വെച്ചാൽ an alternate expansion and recoil of the artery as a wave, and it is of the blood and flows through its contraction of the left ventricle, and it is felt by palpating superficial artery at the bone behind. നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് പൾസ്. എങ്ങനെയുള്ള ആർട്ടറിന്നാണ് നമുക്ക് പൾസ് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു ബോൺ, ആ ആർട്ടറിയുടെ താഴെ ഒരു ബോൺ കാണും. ആ ബോണിലോട്ട് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ആ സൂപ്പർഫിഷ്യൽ ആർട്ടറി, എങ്ങനത്തെ ആർട്ടറി? സൂപ്പർഫിഷ്യൽ, മുകളിലുള്ള ആർട്ടറി, അതിന് താഴെ ഒരു ബോൺ കാണും. അങ്ങനെയുള്ള ആർട്ടറിയിലാണ് നമ്മൾ പൾസ് മെഷർ ചെയ്യുന്നത്. ഇനി പൾസ് റേറ്റും ഹാർട്ട് റേറ്റും ഈക്വലാണ്, സെയിം ആണ്. സോ നോർമലി 72 ബീറ്റ്സ് പെർ മിനിറ്റ്. അത് 50-ൽ താഴെ പോയാൽ അത് നമ്മൾ പഠിക്കും ബ്രാഡികാർഡിയ, 100-ൽ മുകളിൽ പോയാൽ ടാക്കികാർഡിയ. ഇനി ഏതൊക്കെ ആർട്ടറിയിൽ നമുക്ക് പൾസ് കിട്ടുമെന്ന് വെച്ചാൽ കരോട്ടിഡ് ആർട്ടറി, നെക്കിലുള്ള ആർട്ടറി, പിന്നെ ഈ ബ്രേക്കിയൽ ആർട്ടറി, ഇവിടെയാണ് നമ്മൾ BP നോക്കുന്നത്. ഈ ആർട്ടറിയെ നമ്മൾ പ്രഷർ കൊടുത്താണ് BP നോക്കുന്നത്. പിന്നെ റേഡിയൽ ആർട്ടറി, ഫിമറൽ ആർട്ടറി, പൊപ്ലീറ്റൽ ആർട്ടറി, പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി, ഡോർസാലിസ് പെഡിസ്. ഇനി നമുക്കറിയണം എന്താണ് ഹൈപ്പർ ടെൻഷൻ. ഏത് വാക്കിന്റെയും ഫ്രണ്ടിൽ നമ്മൾ ഹൈപ്പർ എഴുതിയ കൂടുതൽ. സോ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എല്ലാരും പോയോ? ഹൈ BP. ഹൈ BP. BP കൂടുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ പെർസിസ്റ്റന്റ് ഹൈ ബ്ലഡ് പ്രഷർ. സോ നമ്മൾ പറഞ്ഞ സിസ്റ്റോളിക് പ്രഷർ 120, മിനിമം 120 ആണെന്ന്. അപ്പം ആ നോർമലി അത് ബിറ്റ്വീൻ 90 to 150. സോ ബിറ്റ്വീൻ 90 to 140 വരെ നമുക്ക്. സോ ഒരു നോർമൽ ഒരു ആവറേജ് ആണ് നമ്മൾ 120 പറഞ്ഞത്. അത് 90 to 140 വരെ ആകാം. ഇനി 150ക്ക് മുകളിൽ പോയാലാണ് നമ്മൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർ ടെൻഷൻ 2 വിധമുണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി എന്ന് വെച്ചാൽ എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ, വേറെ ഒരു അസുഖവും ഇല്ലാതെ, വേറെ ഒരു കാരണവും ഇല്ലാതെ പ്രഷർ കൂടുന്നത്, അതാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. ഇനി സെക്കൻഡറി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഡിസീസിന്റെ ഇതുകൊണ്ട് നമുക്ക് BP കൂടുന്നത്, അതിനാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സോ എപ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സിസ്റ്റോളിക് പ്രഷർ എബോവ് 150യും ഡയസ്റ്റോളിക് പ്രഷർ എബോവ് 90യും, അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൈപ്പോ ടെൻഷൻ? സോ ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവ്. സോ എന്താണ് ഹൈപ്പർ ടെൻഷൻ? നോർമലി സിസ്റ്റോളിക് പ്രഷർ എത്ര? നമ്മൾ 120/80 എഴുതി. അത് നമുക്കൊരു 70 to 90 വരെ വരാം, അല്ലെങ്കിൽ ഒരു 60 to 90 വരെ വരാം. സോ അത് 90 മുകളിൽ പോകും. പിന്നെ ആ സിസ്റ്റോളിക് പ്രഷർ 150 മുകളിൽ പോകുന്നതാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ. അത് 2 തരമുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇനി എന്താണ് ഹൈപ്പോ ടെൻഷൻ? ഹൈപ്പോ ടെൻഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ കുറയുന്ന. ഇവിടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 അല്ലെങ്കിൽ 140 വരെ പോകാൻ പറ്റുന്ന സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ
90 കുറഞ്ഞ അതിനെയാണ് നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. സോ ഹൈപ്പോ എന്ന് വെച്ചാൽ ബിലോ, അതും പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് വെച്ചാൽ ലോ ബ്ലഡ് പ്രഷർ ദാറ്റ് ഡെവലപ്പ് ഇൻ ആബ്സെൻസ് ഓഫ് എനി അണ്ടർലൈങ് ഡിസീസ്. സെക്കൻഡറി എന്ന് വെച്ചാൽ ദാറ്റ് ഒക്കർ ഡ്യൂ ടു സം അണ്ടർലൈങ് ഡിസീസ്. സോ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കുറവോ അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസോ ഉണ്ട്. ഇനി ഇതും കൂടെയുള്ള എന്താണ് ടാക്കികാർഡിയയും ബ്രാഡികാർഡിയയും. സോ എത്രയാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് പറഞ്ഞത്? നോർമൽ ഹാർട്ട് ബീറ്റ് നമ്മൾ 72, ആവറേജ് ഹാർട്ട് ബീറ്റ് അത് നമുക്ക് 50ക്ക് ഒരു 60ക്കും 90ക്കും ഇടയ്ക്ക് നിൽക്കാം. സോ ടാക്കികാർഡിയ എന്ന് വെച്ചാൽ ടാക്കി എന്ന് വെച്ചാൽ മോർ. സോ ടാക്കികാർഡിയ ഇസ് ഇൻക്രീസ് ഹാർട്ട് റേറ്റ് എബോവ് 100. നമ്മുടെ ഹാർട്ട് ബീറ്റ് 72 എന്നുള്ള ഹാർട്ട് ബീറ്റ് 100ന് മുകളിൽ പോയാൽ അതിന്റെ പേരാണ് ടാക്കികാർഡിയ. സോ അത് നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടും വരാം, പെത്തോളജിക്കൽ. ഫിസിയോളജിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റ്, ഏജ്, അങ്ങനെ അതനുസരിച്ച് വരുന്നത്. സോ ഏതൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുതൽ? കുഞ്ഞു കുട്ടികൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും. നമ്മൾ എക്സസൈസ് ചെയ്ത് വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും. പ്രഗ്നൻസി, പിന്നെ നമുക്ക് എന്തെങ്കിലും ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതൽ. ഇതൊക്കെ ഫിസിയോളജിക്കലാണ്, ഒരു അസുഖം കൊണ്ടുമല്ല, ആ അപ്പോഴത്തെ സർക്കംസ്റ്റൻസും ഉണ്ട്. ഇനി പെത്തോളജിക്കലി എങ്ങനെയാണ്? ഫീവർ, അനീമിയ. ഫീവർ നമുക്ക് പനി ഉണ്ടെങ്കിൽ ഓരോ ഡിഗ്രി കൂടുമ്പോഴും 10 ഹാർട്ട് ബീറ്റ് വരെ കൂടാം. ഇനി അനീമിയ, ഹീമോഗ്ലോബിന്റെ കൗണ്ട് കുറയുന്നത്, ഹൈപ്പോക്സിയ, ഓക്സിജൻ കുറയുന്നത്, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് കൂടുമ്പോൾ. ഇതാണ് ടാക്കികാർഡിയ. ഇനി ബ്രാഡികാർഡിയ ഇസ് ദ ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ബിലോ 60. അത് ഏതൊക്കെ കണ്ടീഷനിലാണ്? ഫിസിയോളജിക്കല്, നമ്മൾ ഉറങ്ങുമ്പോൾ, പിന്നെ അത്ലറ്റിന്റെ ഹാർട്ട്. സോ അവർ എക്സസൈസ് ചെയ്യുന്നെങ്കിലും അല്ലെങ്കിൽ അവർ ഹാർട്ട് ബീറ്റ് കൂടുതല, അത്ലറ്റിക് ഹാർട്ടിന് ഹാർട്ട് ബീറ്റ് അവർ കുറയുക ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻ? ഹൈപ്പോ തൈറോയിഡിസം, ഹാർട്ട് അറ്റാക്ക്, പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ ഹൈപ്പോ തെർമിയ. സോ ഇത്രയാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. കാർഡിയോ വാസ്കുലർ സിസ്റ്റം